ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലൂബിക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഒരു 300 ഗ്രാം ലൂബിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലൂബിക്ക അച്ചാർ ഇടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുമന്ന് വരുന്നത് വരെയും വറുത്തെടുക്കാം. അത് വറുത്ത് പൊടിച്ചെടുക്കാനാണ്. ചുമന്ന് വരട്ടെ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, തീ കൂട്ടാൻ പാടില്ല. ഇപ്പം ഏകദേശം ചുമന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കായം 1 കഷ്ണം വറുത്തെടുക്കാം. ഞാനിവിടെ കായാണ് ഇതിനിടുന്നത്. കായപ്പൊടി നമുക്ക് ചേർക്കാം. അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കണം. ഇനി അതേ എണ്ണയിലേക്ക് ലൂബിക്ക ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് അതിലിട്ട് വാട്ടിയെടുക്കുന്നത് നല്ലതാണ്. ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കോരിയെടുക്കാം. എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും കുറച്ച് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായി ചുമന്ന് വരുന്നത് വരെയും വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ആ എണ്ണയിലിട്ട് വഴറ്റാനായിട്ട്. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിലേക്ക് 1 കഷ്ണം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചേരുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കായവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് അതിലിട്ടൊന്ന് ചൂടാക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറച്ച് വറ്റിക്കണം. ആ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി അലിഞ്ഞ് ചേരട്ടെ. അതിനുശേഷം ആ ലൂബിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളം തിളപ്പിച്ച് ആറിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. 1/4 ഗ്ലാസും കൂടെ ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫാക്കാവുന്നതാണ്. തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലൂബിക്കയുടെ കാലമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. താങ്ക് യു.